ഫ്രണ്ടിലല്ല വനിതാ വേദിയുടെ പുറത്താ. പുറത്തല്ലേ, റോഡ് സൈഡിലല്ലേ? അതെന്ന് വെച്ചാൽ അത് നമുക്ക് ബ്രൈറ്റിനെ പ്രൊവോക്ക് ചെയ്തപ്പോൾ പെട്ടെന്ന് ദേഷ്യം കൊണ്ടതാ. ബ്രൈറ്റ് ഇന്നും കാലത്ത് കൂടി വിളിച്ചത് കാര്യം മനസ്സിലാക്കി കൊടുത്തിരുന്നു. ഇനി മേലെ പ്രൊവോക്ക് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ഇനി പ്രൊവോക്ക് ചെയ്താലും ഞാൻ വല്ല പാട്ട് പാടുമെന്ന് ഞാൻ പറഞ്ഞു. അത് തെറ്റായി തോന്നുന്നുണ്ട്. കാരണം അത് ആൾക്കാർക്ക് ക്രിഞ്ചടിപ്പിച്ചെങ്കിൽ അത് സോറി പറയുന്നു ആൾക്കാരോട്. പിന്നെ അത് നമ്മൾ വലിയൊരു നമ്മൾ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ പരാതിപ്പെട്ടാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മൾ അറസ്റ്റ് ചെയ്യാറുണ്ട്. സത്യസന്ധമായിട്ടല്ലേക്കുമല്ല പറയണത്. കാരണം സിനിമയിൽ ഒരു ആളെ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നമ്മളെ മേത്ത് കൊള്ളൂലല്ലോ. പക്ഷേ എന്നുവെച്ചാൽ ബ്രൈറ്റിൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുത്തെന്ന് ഞാൻ കണ്ടിരുന്നു. കാരണം മമ്മൂട്ടി മോഹൻലാലില് രണ്ട് നടന്മാരെ പറ്റി എപ്പോഴും ബ്രൈറ്റ് ഇങ്ങനെ മമ്മൂട്ടി പോലെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരോട് നമുക്ക് ലെജൻസാണ് അവരെ നമ്മൾ നേരിട്ട് നമ്മൾ വർത്താനം പോലും പറഞ്ഞിട്ടില്ല. കണ്ടിട്ടുണ്ടാകാം, അടുത്ത് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകാം. അതൊക്കെ ചെറുപ്പത്തിലൊക്കെ ഓരോ ലൊക്കേഷനിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടാകാം. അതല്ല കാര്യം. പക്ഷെ അവരെ വെച്ച് ഇപ്പോഴും കളിയാക്കിയെന്ന് പറഞ്ഞാൽ വലിയ കളിയാക്കിയല്ല. അത് ആ പറച്ചിലിൻ്റെ ദേഷ്യം വന്നപ്പോൾ ഒരു കളിയാക്കൽ പറഞ്ഞു പോയതാ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനും പണ്ട് ചെയ്ത സിനിമകളിൽ കോമാളിത്തരം ഉണ്ടെന്ന രീതിയിൽ ഒരു വായിന്ന് വന്നുപോയി. അത് അപ്പം തന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് അങ്ങനെ പറഞ്ഞു പോയതിന് സോറി എന്ന് ഞാൻ പറഞ്ഞു പോയത് അവരോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമില്ല. അവരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടേ മറ്റുള്ളവർക്ക് തന്നിട്ടുണ്ട്. കാരണം മമ്മൂക്ക ലാലേട്ടനും ഒരു ഇൻ്റർവ്യൂവിൽ കയറിയ എൻ്റെ പേരിലൊരു കുറ്റവും പറഞ്ഞിട്ടില്ല. അവരുടെ സബോർഡിനേറ്റ് പോലും സന്തോഷ് വർക്കിനെ പറ്റിയാണ് എടുത്തു പറഞ്ഞത്. കാരണം അമ്മയുടെ ഒരു മീറ്റിങ്ങിൽ പോലും സന്തോഷ് വർക്കിയുടെ ഇതിലാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒപ്പിടിപ്പിച്ച് ഇനി മേലെ ഇങ്ങനത്തെ പറയുന്നത് പറഞ്ഞു. അത് സന്തോഷ് വർക്കിയാണ് അത്രയും രീതിയിൽ ആക്റ്റീവായിട്ട് കൂടുതലും ഫേസ്ബുക്കിലാണെങ്കിൽ നിൽക്കുന്നത്. എന്നെ ബൂസ്റ്റ് ചെയ്യാനേ ഞാൻ നിൽക്കുള്ളൂ. അല്ലാണ്ട് എനിക്ക് സിനിമാക്കാരെ പിണക്കാത്തതും പിണക്കുന്നതും സിനിമയിലൊരു അക്സെപ്റ്റൻസ് കിട്ടില്ല എന്ന് ഓർത്തിട്ടല്ല. നമുക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ പ്രൈവസിയിൽ കയറി ഇടപെടുന്നത്? ഒരാൾ ഏതോ ഒരു നടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ സിനിമയെപ്പറ്റി റിവ്യൂ ചെയ്യും എന്നാണ് ബാലസാറ് പറഞ്ഞത്. ആക്ടർ ബാല പറഞ്ഞതാണ്. നിങ്ങൾ സിനിമയെപ്പറ്റി റിവ്യൂ ചെയ്യും, മറ്റുള്ള പേഴ്സണൽ ലൈഫിൽ കയറി നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ പറഞ്ഞാൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരാ. പക്ഷേ ഇത് ഇവരെ പണ്ട് പറയിപ്പിക്കുന്നത് എന്നെ കൊണ്ടാണെങ്കിലും സന്തോഷ് വർക്കിയെ കൊണ്ടാണെങ്കിലും ചില സംഭവങ്ങൾ പറയിപ്പിക്കുന്നത് ഓൺലൈൻ മീഡിയകളാണ്. മാപ്സിക് മീഡിയ ഒരിക്കലും നമ്മൾ മോശമാക്കി പറയിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. കാരണം അവർക്ക് അറിയാം ഈ മറ്റുള്ളവർക്ക് അവരുടെ ചാനൽ കൊണ്ട് ഒരുപാട് പേര് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോശമായിട്ട് പറയാൻ ചോദിച്ചിട്ടില്ല. എന്നാലും പുള്ളി പറയുന്നത് ചില സമയത്ത് എടുത്തിട്ടുണ്ടാവും സന്തോഷ് വർക്കി. ഞാനാണെങ്കിലും മാപ്സിക് മീഡിയയിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമുക്ക് പല മോശാനുഭവങ്ങളും ചിലപ്പോൾ പലർക്ക് നിന്നും എനിക്ക് അറിയാം. സിനിമ മേഖലയെ പറ്റിയ ആൾക്കാർ മോശമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിയ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഇട്ട് തുറന്ന് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പേടിയല്ല. എനിക്കത് പറയാനായിട്ട് ധൈര്യമില്ലാത്തതുകൊണ്ടോ പേടിയില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. പേടി കൊണ്ടൊന്നുമല്ല. പക്ഷേ എനിക്കത് പറയാൻ താല്പര്യമില്ല. കാരണം ഒരാൾ പറഞ്ഞു, ഇപ്പം നാളെ പറഞ്ഞു അലിൻ ജോസ് പെരേര 10 പെണ്ണുങ്ങളുടെ കൂടെ എന്താ പറയുക ന്യൂഡായിട്ട് കിടന്നെന്ന് പറയാ വാർത്ത ഉണ്ടാക്കാം. വാർത്ത ആർക്കും ഉണ്ടാക്കാം. മനസ്സിലായോ? നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നില്ലെന്നോ നമ്മൾക്ക് മനസ്സിൽ മാത്രം ഓർത്താൽ മതി. നമ്മളിപ്പോൾ നമ്മളൊരു നിരന്തരമായിട്ടുള്ള ലൈഫിൽ നമ്മൾ ആണും പെണ്ണും ലോകത്തുള്ളപ്പോൾ ഒരു പെണ്ണ് നമ്മുടെ കൂടെ ലിവിങ് ടൂതറായിട്ട് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ അവർ മോശമാക്കി ചിത്രിക്കേണ്ട ആവശ്യമില്ല. ആണും പെണ്ണ് താല്പര്യം ഉണ്ടെങ്കിൽ മനസ്സിലായോ? താല്പര്യം ഉണ്ടെങ്കിൽ ഒരുമിച്ച് കഴിയാം, ഒരുമിച്ച് ജീവിക്കാം. അത് ജീവിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്നത് ശരിയല്ല. പിന്നെ നമ്മുടെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്തയും കാണാത്തയും കാര്യങ്ങളാണ്. നമ്മൾ നോ പറഞ്ഞു പല കാര്യങ്ങൾ ചോദിച്ചപ്പോൾ, പല പെണ്ണുങ്ങൾ ചോദിച്ചപ്പോൾ നോ പറഞ്ഞുകൊണ്ട് ആ ഒരു ലൈവൊക്കെ ഇട്ടു. നോ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ നമ്മുടെ കൂടെ ലൈഫ് പാർട്ട്ണറായി മാറിയാനെ. പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം നമുക്കൊരു ലൈഫേ ഉള്ളൂ. എനിക്കൊരു ഏജ് ലിമിറ്റ് അറിയാമല്ലോ. എൻ്റെ ഏജ് 23-24 വയസ്സുള്ളപ്പോൾ എനിക്കൊരു ഏറ്റവും കൂടിപ്പോയ ഒരു 25-26-27 വയസ്സുള്ള പെൺകുട്ടി വരെ കിട്ടാൻ താല്പര്യമുണ്ട്. പക്ഷെ അതിന് മുഖത്ത് ആൾക്കാരെ കല്യാണിക്കാൻ ഡെഫിനറ്റ്ലി താല്പര്യമില്ല. പറയാമല്ലോ. വൈറലായത് തിയേറ്റർ റിവ്യൂ പറഞ്ഞത് സാധാരണ റിവ്യൂ പറഞ്ഞിട്ടല്ല.
ഡാൻസ് കളിച്ചും പാട്ട് പാടിയും റിവ്യൂ പറഞ്ഞിട്ടാണ് വൈറലായത്. ഡാൻസ് കളിക്കുന്നത് മുന്നേ ഒരു സംഭവം ഉണ്ടായി, പ്രസംഗം. അല്ല, അതിനുശേഷം പ്രസംഗം പറഞ്ഞു ഒരു വെറൈറ്റി രീതിയിൽ പറഞ്ഞാണ് വൈറലായത്. ആ ഒരു രീതി നിർത്തിന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഡാൻസും പാട്ടും ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടുന്നു, അതിൽ പാടാൻ പറ്റുന്നു. പിന്നെ നമുക്ക് സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഇനാഗ്രേഷൻ വരുമ്പോൾ അവിടെ പോയി നമുക്ക് പെർഫോം ചെയ്യാം. പിന്നെ ഒരുപാട് ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രോഗ്രാം വരുമ്പോൾ അവിടെ പോയി ചെയ്യാം. പിന്നെ സിനിമ ബേസ്ഡ് ആയിട്ടും ഈ മിമിക്രി ആർട്ടിസ്റ്റിന്റെ ബേസിലും കുറേ പ്രോഗ്രാംസ് വരുമ്പോൾ അവിടെ പോയി നമ്മൾ ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഇവന്റ്സും പ്രോഗ്രാംസൊക്കെ നമ്മൾ ഇന്നും ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മീറ്റിംഗ് ടൈപ്പ് വന്നു. അപ്പോൾ അതൊക്കെ വരും മാസങ്ങളിൽ എന്തായാലും ഒരുപാട് പ്രോഗ്രാം ചെയ്യണം എൻ്റെ ആഗ്രഹം. കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഇത് മനസ്സിൽ സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം ഈ ഗാനമേള അല്ലെങ്കിൽ സിനിമാക്കാരുടെയൊക്കെ ഒരു ഇവൻറ്റ് പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽ നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് അവരുടെ കൂടെ ഒരു അനിയനെ പോലെ ഒരു രീതി വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറേയൊക്കെ സംഭവിക്കുന്നുണ്ട്. കാരണം സിനിമ റിവ്യൂ നിർത്തുമോ ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇനിയിപ്പോൾ ഇത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്, ഇന്നത്തെ ചർച്ചയിൽ വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാ മാസവും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സിനിമ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സിനിമ റിവ്യൂ ചെയ്യാൻ ആവശ്യമില്ലെന്നല്ല, ഹൈപ്പുള്ള സിനിമയ്ക്ക് നമുക്ക് താല്പര്യമുണ്ട് വനിത തന്നെ വന്ന് കാണും, നല്ല പടം കാണുമെങ്കിൽ. അല്ലാണ്ട് എല്ലാ വെള്ളിയാഴ്ചയും വന്ന് മൈക്കിന് മുന്നിൽ പോയി നിന്നിട്ട് പടം കൊള്ളാൻ ഗംഭീരമാണെന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വനിതാ വനിതയിൽ വന്ന് കാണുന്ന പടങ്ങളെല്ലാം എല്ലാ വെള്ളിയാഴ്ചയും കാണുന്ന കാണുമ്പോൾ വലിയ ഗുണമൊന്നുമില്ല. നമ്മൾ പിന്നെ സിനിമ കേരളം കൊണ്ട് പിന്നെ അവരുടെ രീതിക്ക് പറയുന്നത് മാത്രം, മനസ്സിലായോ? എല്ലാ പടങ്ങളും മെച്ചമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഇറങ്ങിയ പടം രേഖായിത്തരം കൊള്ളാം, എന്നും സ്വന്തം പുണ്യാലും കൊള്ളാം. ബാക്കിയുള്ള പടങ്ങളൊക്കെ ഇപ്പോൾ ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പടം എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷേ അത് വർക്കായില്ല. തിയേറ്ററിൽ വലിയ രീതിയിൽ ഓടുന്നില്ല പടം. ഭാവിയിൽ ഇനിയിപ്പോ സെലിബ്രിറ്റികളെ ആങ്കർ ചെയ്യുന്ന ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട്, സന്തോഷ് വർക്കിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മളെ വിനീതേട്ടൻ വഴിയൊക്കെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് നടീനടന്മാരെയും ഡയറക്ടർമാരെയൊക്കെ നേരിട്ട് പോയി ആങ്കർ ചെയ്യുന്ന ഒരു പ്ലാനിങ് ഉണ്ട്. ഇനിയിപ്പോൾ ശങ്കറിനെയാണ് ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്യുന്നത്, ശങ്കർ ഡയറക്ടർ. ഇന്റർവ്യൂ തരാണ്ടിരിക്കാനായിട്ട് അവരും നമ്മളും തമ്മിൽ ഈ പറയാം അത് മാറാൻ വേണ്ടിയാണല്ലോ, കുറച്ചൊക്കെ മാറാൻ വേണ്ടിയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മൾ തിയേറ്ററിൽ വെച്ച് തന്നെ ഒരുപാട് പേര് ബൈറ്റ് എടുക്കാറില്ല, ഒരുപാട് ഞാൻ സെൽഫായിട്ട് എടുക്കാറുണ്ട്. അപ്പം അതേപോലെ തന്നെ അവർ പേഴ്സണലി ചോദിച്ചാലും നമ്മളൊരു മീഡിയ വഴി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് രണ്ട് മെയിനായിട്ട് വേറെ വിനീതേട്ടൻ കെയർ ഓഫിൽ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാപ്സ്റ്റിക്കിന് വേണമെങ്കിൽ മാപ്സ്റ്റിക്കിനായിട്ടും ചെയ്യാൻ പറ്റും. ആർട്ടിസ്റ്റുകൾ അതാ പറഞ്ഞു അവരുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവരുടെ പെർമിഷനും അതിൻ്റെ പ്ലാനിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിനീതേട്ടൻ വഴി നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം മമ്മൂക്കാൻ്റെ കുറച്ച് കസിൻസ് സിനിമയിലുണ്ടല്ലോ, ആരൊക്കെയെന്ന് അറിയാമല്ലോ. അസ്കർ സൗദാൻ, പിന്നെ ആരാ, മക്ബൂൽ. പുള്ളിയൊക്കെ നമ്മുടെ ഒരു സുഹൃത്ത് ഫലങ്ങളാണ്. അപ്പോൾ അവർ നമുക്ക് തിയേറ്ററിൽ വെച്ച് നമുക്ക് ബൈറ്റ് തരാറുണ്ട് സെൽഫായിട്ട്. മക്ബൂൽ തരാറുണ്ട്. അപ്പം മക്ബൂലിൻ്റെ ഫാദർ ഇക്ബാൽക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ ബൈറ്റ് ആങ്കർ ചെയ്യുന്നുണ്ട്. എന്തായാലും അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ